നമസ്കാരം. റൂൾസ് ആർ ഗോഡ്സിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് ഒരു KSRൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. KSR ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചോദ്യോത്തര പങ്ക്തികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷ അടുത്ത് വരുന്നു എന്നറിയാം. ഈ ഓരോ ചോദ്യത്തിൻ്റെയും അതോറിറ്റി കൂടി കോട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുസ്തകം കൂടി വെച്ചിരുന്ന് ഇത് കാണുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കാനും പരീക്ഷയ്ക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഔദ്യോഗിക ജീവിതത്തിലും ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. ഏതായാലും സമയം കളയുന്നില്ല, ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നു. KSR Previous Questions and Answers. Question number 1. An allowance granted to meet personal expenditure necessitated by the special circumstances in which duty is performed is termed as. അതായത് ഏതെങ്കിലും ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സണൽ എക്സ്പെൻഡിച്ചർ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും അലവൻസസ് നിങ്ങളുടെ വ്യക്തിപരമായ ചിലവുകളെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നൽകുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ HRA ഉണ്ട്. ഇതൊക്കെ കോമ്പൻസേറ്ററി അലവൻസുകളാണ്. അതിനെക്കുറിച്ച് പറയുന്നത് റൂൾ 12(5) ഓഫ് KSR പാർട്ട് 1-ലാണ്. ദെൻ ടൈം സ്കെയിൽസ് ആർ സെറ്റ് ടു ബി ഐഡൻറ്റിക്കൽ ഇഫ്. രണ്ട് സ്കെയിലുകൾ ഐഡൻറ്റിക്കൽ സ്കെയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ദ മിനിമം, ദ മാക്സിമം, ദ പീരീഡ് ഓഫ് ഇൻക്രിമെൻറ്റ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് ഓഫ് ദ ടൈം സ്കെയിൽസ് ആർ ഐഡൻറ്റിക്കൽ എന്നാണ്. ആ സ്കെയിലിൻ്റെ മിനിമവും മാക്സിമവും രണ്ടാമത്തെ സ്കെയിലിൻ്റെ മിനിമവും മാക്സിമമായിട്ട് തുല്യമായിരിക്കും. അതുമാത്രമല്ല, റേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് ഇപ്പോൾ 200 രൂപയാണ് ആദ്യത്തെ സ്കെയിലെങ്കിൽ രണ്ടാമത്തേലും 200. അതുപോലെ അതിൻ്റെ പീരിയോഡിസിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലും തുല്യത പാലിക്കുന്ന രണ്ട് സ്കെയിലുകളെയാണ് ഐഡൻറ്റിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ റൂള് KSR പാർട്ട് 1 റൂൾ 1235(a) ആണ്. ദെൻ Question number 3. General revenues of Kerala exclude. ഗവൺമെൻറ്റിൻ്റെ ജനറൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുകയില്ല എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ്: എ കൺസോളിഡേറ്റഡ് ഫണ്ട്, റവന്യൂസ് ഓഫ് ലോക്കൽ ഫണ്ട്സ്, കണ്ടിജൻസി ഫണ്ട്, നൺ ഓഫ് ദി എബവ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ജനറൽ ഫണ്ട് എന്ന് പറയുന്നതിൽ ഉൾപ്പെടാത്ത ഒരു ഐറ്റം കൺസോളിഡേറ്റഡ് ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ജനറൽ റവന്യൂവിൽ വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കണ്ടിജൻസി ഫണ്ടും. അതേസമയം ഇവിടെ വരാത്ത ഒരു ഘടകം റവന്യൂസ് ഓഫ് ലോക്കൽ ഫണ്ട്സ്. ലോക്കൽ ഫണ്ടിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് LSTDയുടെ വരുമാനം, പഞ്ചായത്തുകളുടെ തനത് ഫണ്ട്, അതൊന്നും ജനറൽ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുകയില്ല എന്നർത്ഥം. അതിൻ്റെ റൂൾ 12(10) ആണ്. Question number 4. An officer in the last grade service is appointed in a temporary vacancy in the government service. Production of medical certificate is not necessary if the period of appointment is less than. അതായത് ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവീസിലേക്ക് താൽക്കാലികമായിട്ട് ഒരാളിനെ അപ്പോയിൻ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സാധാരണ അപ്പോയിൻമെൻറ്റിലൊക്കെ നമ്മൾ PSC അപ്പോയിൻമെൻറ്റിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പക്ഷേ ഇവിടെ 6 മാസത്തിൽ കുറഞ്ഞ ഒരു പീരീഡിലേക്കാണ് അപ്പോയിൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട. അതിൻ്റെ കാലാവധി എത്രയാണെന്നാണ്, ദാറ്റ് ഈസ് 6 months. 6 months ഓർ ലെസ് ആണ് അപ്പോയിൻമെൻറ്റ് പീരീഡ് എങ്കിൽ യു നീഡ് നോട്ട് പ്രൊഡ്യൂസ് എനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. The next question is the maximum period of compensation leave that can be taken by a government servant in a calendar year is. ഇപ്പോൾ കോമ്പൻസേഷൻ ലീവ് ഉണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ച് ചിലപ്പോൾ ഹോളിഡേയ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും ഞായറാഴ്ച പോലും ചില ദിവസങ്ങളിൽ വർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് സർവൻറ്റിന് കൊടുക്കുന്ന ലീവിനെയാണ് കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത്. അത് മാക്സിമം അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വർഷം 15 days ആണ് എന്നർത്ഥം. അത് ജിയോ ഡേറ്റഡ് 17/2/2007 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 6 ആണ്. അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അതായത് ഈ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ
KSRൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതേവരെ ചെയ്തിട്ടുള്ള എല്ലാ KSRുമായിട്ട് സംബന്ധിച്ച എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. Then question number 6. An officer is permitted to attend an obligatory departmental examination. The day or days of the examination may be treated as on. അതായത് ഒരു ഓബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എഴുതാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ദിവസം എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടും? ഓബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ട് ടെസ്റ്റ് നിങ്ങൾ ജയിച്ചാലേ പറ്റൂ. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനായാലും അല്ലെങ്കിൽ അടുത്ത പ്രൊമോഷനൊക്കെ ഇതൊരു ഓബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റാണ്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവൈൽ ചെയ്യുന്ന ദിവസം ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് സെറ്റ് ഇൻ നോട്ട് 2 ബിലോ റൂൾ 12(7). Then question number 7. Actual travelling expenses does not include. ഈ ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് അതിൽ നമ്മൾ TA പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നാണ്. അതിൽ ഏത് ഐറ്റം ഇൻക്ലൂഡ് ചെയ്യില്ല. അതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള ആൻസർ മാത്രമേ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതിൽ നിങ്ങൾക്കറിയാം മൈലേജ് അലവൻസ് ഉണ്ട്, ഡെയിലി അലവൻസ് ഉണ്ട്, ഇൻസിഡൻ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. പക്ഷേ അതിൽ ട്രാവലിംഗ് എക്സ്പെൻസിൽ പെടാത്ത ഒരു ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ചാർജസ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഓഫ് സർവൻറ്റ്. ആ സർവൻറ്റിന് വേണ്ടി ചിലവഴിക്കുന്ന എക്സ്പെൻസ് ഒന്നും ട്രാവലിംഗ് അലവൻസിൻ്റെ ഡെഫിനിഷനിൽ വരുന്നതല്ല. റൂൾ 12(1). Then question number 8. A revenue payment granted to an officer from the general revenues of the state as remuneration for special work of an occasional character is termed as. അതായത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ഒരു സ്പെഷ്യൽ വർക്ക് ഏൽപ്പിക്കുകയാണ് ആൻഡ് ഹീ ഈസ് പെയ്ഡ് ഫ്രം ദ റവന്യൂ ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിൽ നിന്ന് ഒരു പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ സ്പെഷ്യൽ വർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റാണ്. ആ പേയ്മെൻറ്റിനെ എന്ത് വിളിക്കും എന്നാണ്? ഇറ്റ് ഈസ് കോൾഡ് ഓണറേറിയം. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ദാറ്റ് ഈസ് എ റൂൾ 12(15). ഓണറേറിയവും ഫീയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. The lien of an officer on a permanent post should not be suspended when. അതായത് ഒരു ഓഫീസറുടെ ലീൻ, ഒരു പെർമനൻ്റ് പോസ്റ്റിലിരിക്കുന്ന ഒരു ഓഫീസറുടെ ലീൻ ഷുഡ് നോട്ട് ബി സസ്പെൻഡഡ് വെൻ. ഏത് സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല? അതിൻ്റെ ആൻസർ അപ്പോയിൻറ്റഡ് ടു എ ഹയർ പോസ്റ്റ് ഇൻ എ ഡിഫറൻറ്റ് കേഡർ ഇൻ ദ കേസ് ദ ഹയർ പോസ്റ്റ് ഫോൾസ് വിത്തിൻ ദ റെഗുലർ ലൈൻ ഓഫ് പ്രൊമോഷൻ ഫ്രം ദ ലോവർ. അദ്ദേഹത്തിന് ഒരു ഹയർ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ആൻഡ് ഒരു ഡിഫറൻറ്റ് കേഡറിലേക്ക് ഹയർ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് പോസ്റ്റ് ഫോൾസ് വിത്തിൻ ദി റെഗുലർ ലൈൻ ഓഫ് പ്രൊമോഷൻ. അതായത് ഫീഡർ കാറ്റഗറിയിൽ നിന്നാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ലോവർ പോസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ ലീൻ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം. സോ ദ ലീൻ ഓഫ് ആൻ ഓഫീസർ ഓൺ എ പെർമനൻറ്റ് പോസ്റ്റ് ഷുഡ് നോട്ട് ബി സസ്പെൻഡഡ് വെൻ he is appointed to a higher post in a different cadre in the same in case the higher post falls within the regular line of promotion from the lower. Regular line എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓരോന്നും ഫീഡർ കാറ്റഗറി. ഇപ്പോൾ LDC, UDC, HC അങ്ങനെയൊക്കെ പോകുന്നതിനെയാണ് നമ്മൾ റെഗുലർ ലൈൻ ഓഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 10. An officer is granted hospital leave for 180 days. ലീവ് സാലറി ഈക്വൽ ടു ഏൺ ലീവ് സാലറി ഈസ് അഡ്മിസിബിൾ ഫോർ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഹോസ്പിറ്റൽ ലീവ് എടുക്കേണ്ടി വന്നു ആൻഡ് ഹീ ഈസ് ഗ്രാൻഡഡ് 180 days. ഈ 180 daysഉം അദ്ദേഹത്തിന് ഫുൾ സാലറി കിട്ടുമോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലീവ് സാലറി റെഗുലേറ്റ് ചെയ്യപ്പെടുക? ദാറ്റ് ഈസ് ഫസ്റ്റ് 120 days he will be given full salary and thereafter he will be eligible only for half pay leave salary. അത് റൂൾ 104 ഓഫ് കേരള സർവീസ് റൂൾസ് പാർട്ട് 1ലാണ് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. എ മന്ത്ലി ഗ്രാൻഡ് മെയ്ഡ് ടു ആൻ ഓഫീസർ ഹു ഈസ് നോട്ട് ഇൻ റെസിറ്റ് ഓഫ് പേ ഓർ ലീവ് സാലറി ഈസ് ടേംഡ് ആസ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് സാലറിയോ അല്ലെങ്കിൽ ലീവ് സാലറിയോ അല്ലാതെ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നതിനെ എന്താണ് വിളിക്കുക? ദാറ്റ് ഈസ് നോൺ ആസ് സബ്സിസ്റ്റൻസ് അലവൻസ്. അത് ഒരാളുടെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 6 മാസത്തേക്ക് അയാൾക്ക് കൊടുക്കുന്ന അലവൻസിനെയാണ് സബ്സിസ്റ്റൻസ് അലവൻസ് ഓർ ആ പേയ്മെൻറ്റിനെയാണ് നമ്മൾ സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയുന്നത്. സസ്പെൻഷൻ്റെ കൂടെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റൂൾ 12(32). അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്.
an employee recruited through the Public Service Commission and joined duty on 1st October 2020 is eligible for casual leave up to dash days in 2020. ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു PSC അപ്പോയിൻമെൻറ്റിൽ ഒക്ടോബർ 1-ാം തീയതി 2020 ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്താൽ പിന്നെ അയാൾക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമേ ഉള്ളൂ ആ വർഷം സർവീസ്. അയാൾക്ക് എത്ര ദിവസത്തെ കാഷ്വൽ ലീവ് കിട്ടുന്നതാണ്. ശരിക്കും ഒരു എംപ്ലോയീസിന് ഒരു വർഷം കിട്ടുന്നത് 20 days ആണ്. പക്ഷേ ഇവിടെയും ആ 20 daysന് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട്, പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദി ലീവ് സാങ്ഷനിങ് അതോറിറ്റി. അദ്ദേഹത്തിന് തോന്നുകയാണ് എലിജിബിളാണ് എന്ന് തോന്നിയാൽ 20 ദിവസം വരെ കൊടുക്കുന്നതിന് തടസ്സമില്ല. ദാറ്റ് ഈസ് ആസ് പെർ അപ്പൻഡിക്സ് 7 പാര 2(3) ഓഫ് KSR. ദെൻ ക്വസ്റ്റ്യൻ 13. Promotions which do not involve change of duties shall have effect from the date of occurrence of vacancy, but monetary benefit shall be admissible only for a maximum period of. അതായത് സാധാരണ പ്രൊമോഷൻ വരുന്നത് വേക്കൻസി ഡ്യൂ ആവുന്ന ഡേറ്റ് മുതലാണ് എന്നാണ് നമ്മൾ റൂൾ പറയുന്നത്. പക്ഷേ പ്രൊമോഷൻസ് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് ചേഞ്ച് ഓഫ് ഡ്യൂട്ടി ഷാൽ ഹാവ് ഇഫക്റ്റ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് ദി വേക്കൻസി. അന്നുപോലാണ് അത് വരുന്നതെങ്കിലും അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്, പ്രൊമോഷൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് ഷാൽ ബി അഡ്മിസിബിൾ ഒൺലി ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 1 year പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് പ്രൊമോഷൻ. അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് തൊട്ടൊരു വർഷം മുമ്പുള്ള പീരീഡിൽ വരെ മാത്രമേ ആ പ്രൊമോഷൻ്റെ മോണിറ്ററി ബെനിഫിറ്റിന് ഇഫക്റ്റ് ആവും. പക്ഷേ 2 വർഷം മുമ്പ് തന്നെ അത് വേക്കൻ്റായ ഒരു പോസ്റ്റ് ആണ് എന്ന് സങ്കല്പിക്കുക. ഈവൻ ദെൻ ഹീ ഈസ് എലിജിബിൾ ഫോർ ദി മോണിറ്ററി ബെനിഫിറ്റ് only for a year. അതൊരു ജിയോയിലാണ് 1910-2007 ജിയോയിലാണ് ആ കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. ദി പ്രൊമോഷൻ ഗിവൺ ടു ആൻ ഓഫീസർ വാസ് ഫൗണ്ട് ഇറോണിയസ് ആഫ്റ്റർ 3 months and the order was cancelled. Later he was promoted to the same post. The earlier service of 3 years shall be reckoned for. അയാൾക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു, ബട്ട് സബ്സിക്വൻ്റ്ലി ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ഇറോണിയസ്. അത് തെറ്റാണെന്ന് കണ്ടു ആ പ്രൊമോഷൻ. ലേറ്റർ ഹി വാസ് പ്രൊമോട്ടഡ് ടു, അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും അതേ പോസ്റ്റിലേക്ക് എലിജിബിൾ ആയപ്പോൾ പ്രൊമോട്ട് ചെയ്താൽ ദി എർലിയർ സർവീസ് ഓഫ് 3 months ഷാൽ ബി റെക്കൺഡ് ഫോർ. ആദ്യം തെറ്റായി 3 മാസം പ്രൊമോട്ടഡ് പോസ്റ്റിൽ ഇരുന്ന കാലം എങ്ങനെ കണക്കാക്കപ്പെടും? ആൻഡ് ആൻസർ നോട്ട് റെക്കൺ ഫോർ എനി പർപ്പസ്. ആ പീരീഡ് ഒന്നിനും കണക്കാക്കില്ല എന്നർത്ഥം. ഇപ്പോൾ ആ പീരീഡിലൂടെ കണക്കാക്കിയിട്ട് ഇൻക്രിമെൻറ്റ് കൊടുക്കുമോ എന്നൊക്കെയുള്ളതാണ് പ്രശ്നം. അത് അങ്ങനെ കണക്കാക്കില്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. എ പേഴ്സൺ ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് വിത്ത് എ വ്യൂ ടു എംപ്ലോയ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സർവീസ്. ഒരു ഗവൺമെൻറ് സർവീസിലേക്കുള്ള എംപ്ലോയ്മെൻറ്റിന് തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന് ഒരു ഒരു ട്രെയിനിങ്ങിൽ അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ആളിനെ നമ്മൾ എന്ത് വിളിക്കും? ഹീസ് അപ്രൻറ്റിസ് എന്നാണ് ആ കാലത്തെ അദ്ദേഹത്തെ വിളിക്കുക. Then that is a rule 12(2). Then question number 16. The year and the month of birth of an officer is known, but the date of birth is not known. ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷവും മാസവും അറിയാം, പക്ഷേ ദ ഡേറ്റ് ഓൺ വിച്ച് ഹി വാസ് ബോൺ ഈസ് നോട്ട് നോൺ. അദ്ദേഹം ജനിച്ച ദിവസത്തെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല എങ്കിൽ എങ്ങനെയാണ് അത് ഔദ്യോഗികമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുക? അതിൻ്റെ ആൻസർ, ദ ഡേറ്റ് ഓഫ് ബർത്ത് ഷാൽ ബി ടേക്കൺ ആസ് 16th of the month. ഏത് മാസമാണോ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വരുന്നത് ആ മാസത്തിൻ്റെ 16th ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഫിക്സ് ചെയ്യപ്പെടും. അവിടെ ഇതുപോലെ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇഫ് ദ ഇയർ ഈസ് നോൺ ബട്ട് ദി എക്സാക്റ്റ് മന്ത് ആൻഡ് ഡേറ്റ് ആർ നോട്ട് നോൺ. ഇയർ അറിയാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനന മാസവും ദിവസവും അറിഞ്ഞുകൂടാങ്കിലോ ദെൻ 1st of July ഷാൽ ബി ടേക്കൺ ആസ് ദി ഡേറ്റ് ഓഫ് ബർത്ത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. 1st of July ആയിട്ട് കണക്കാക്കിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിശ്ചയിക്കാൻ. അടുത്തത് 17th question. The facility of refixation of pay. Wherever there is a change of pay in the lower post for fixation of pay under Rule 28(a) was taken away from. അതായത് ഒരു പീരീഡിൽ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ഒരു പേ റിവിഷനിൽ 2004 പേ റിവിഷനിൽ റീഫിക്സേഷൻ ഫെസിലിറ്റി എടുത്തു കളഞ്ഞിരുന്നു. ഫിക്സേഷൻ എന്താണെന്നറിയാം, റീഫിക്സേഷൻ എന്താണെന്നറിയാം. അത് അറിയാതെ ഇപ്പോഴും പലരും ഒക്കെ ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാം. ഇപ്പോൾ ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ലോവർ പോസ്റ്റിൽ ഒരു
ഇൻക്രിമെൻ്റ് കൊടുത്തിട്ട് ഹയർ പോസ്റ്റിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത പോസ്റ്റിൽ നെക്സ്റ്റ് സ്റ്റേജിൽ ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 28A ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചിലർ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. റീഫിക്സേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ലോവർ പോസ്റ്റിൽ ഒരു ഇൻക്രിമെൻ്റ് ഡ്യൂ ആവുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഒഫിസിയേഷൻ ഉണ്ട് എങ്കിൽ വീണ്ടും ഒരു ഫിക്സേഷൻ കൊടുക്കാം. ആ ഫിക്സേഷൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ലോവർ പോസ്റ്റിൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ബേസിക് പേയിൽ നിന്ന് ഒരു ഇൻക്രിമെൻ്റ്, അത് പുതിയ പ്രൊമോട്ടഡ് പോസ്റ്റിൽ ഒരു സ്റ്റേജ് ആണെങ്കിൽ പോലും അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യും. ദാറ്റ് ഈസ് 28A ഫിക്സേഷൻ. ഞാൻ ആവർത്തിച്ച് പലരും ചോദിച്ചതുകൊണ്ടൊന്നുകൂടി പറയുന്നു എന്ന് മാത്രം. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. Then question number 18. The leave which is not treated as absence from duty is. ഒരു തരം ലീവ് ഉണ്ട്, അത് ഡ്യൂട്ടി ആയിട്ട് ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി ആയിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത്. ആൻഡ് ഐ ടോൾഡ് യു ദാറ്റ് കാഷ്വൽ ലീവ് ഈസ് നോട്ട് എ റെഗുലർ ലീവ്. അതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാഷ്വൽ ലീവിനെ കുറിച്ച് പറയുന്നത് KSRൻ്റെ അപ്പൻഡിക്സ് 7-ലാണ്. Then question number 19. A transfer shall be held to involve a change of station only if the distance between the two places is not less than. അതായത് ഒരു സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് മറ്റൊരു സ്റ്റേഷനിലേക്ക്. പക്ഷേ അവിടെ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേഷൻ വരണം എന്നുണ്ടെങ്കിൽ if the new station should be far away from the 8 kilometers. 8 kilometersന് വെളിയിലാണ് എങ്കിൽ മാത്രമേ ചേഞ്ച് ഓഫ് സ്റ്റേഷനായിട്ട് കണക്കാക്കപ്പെടും. വിത്തിൻ 8 kilometers ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ചേഞ്ച് ഓഫ് സ്റ്റേഷൻ. അത് 8 kilometers ആണ്. കാരണം ഒരു ഓഫീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 8 kilometers ആണ്, എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് TA. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20. District collector holding the charge of the post of revenue divisional officer under him is. ഒരു RDOയുടെ ചാർജ് ഹോൾഡ് ചെയ്യുകയാണ് ഡിസ്ട്രിക്ട് കളക്ടർ, അത് ലോവർ പോസ്റ്റാണ്. ആ കേസിൽ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഗെറ്റിംഗ് സ്പെഷ്യൽ അലവൻസ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ അലവൻസിന്, ഡിസ്ട്രിക്ട് കളക്ടർക്ക് സ്പെഷ്യൽ അലവൻസിന് യാതൊരു എലിജിബിലിറ്റിയും ഇല്ല എന്നർത്ഥം. കാരണം അതൊരു കറണ്ട് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. Then question number 21. The authority whose permission is required by a head of department for accepting remuneration for giving talk over All India Radio. ഒരു ആൾ ഇന്ത്യ റേഡിയോയിലൂടെ ഒരു പ്രഭാഷണം നടത്താൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെ അവർ ക്ഷണിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പ്രഭാഷണം നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം ഹയർ അതോറിറ്റിയുടെ സാങ്ഷൻ വാങ്ങേണ്ടി വരും. ആരാണ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹയർ അതോറിറ്റി എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ദ കൺസേൺ സെക്രട്ടറി ടു ഗവൺമെൻറ്. ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിൽ സ്പെഷ്യൽ സെക്രട്ടറി ടു ഹെൽത്തിൻ്റെ സാങ്ഷനോടുകൂടി മാത്രമേ DHSന് ഒരു പ്രഭാഷണം നടത്താൻ പാടുള്ളൂ. ദാറ്റ് ഈസ് എ നോട്ട് ബിലോ റൂൾ 51F. Then question number 22. An officer is granted hospital leave for 200 days. The leave salary admissible for after 120 days is. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ മറ്റൊരു ഭാഗമാണ്. 200 ദിവസത്തെ ഹോസ്പിറ്റൽ ലീവ് ഉണ്ടെങ്കിൽ 120 ഡേയ്സ് കഴിഞ്ഞിട്ട് ഹാഫ് പേ ലീവ് സാലറി വേണം അദ്ദേഹത്തിന് നൽകാൻ. ഈ ക്വസ്റ്റ്യൻ 17 ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ റീഫിക്സേഷനെ കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് 28A വെച്ചിട്ട് അതിൻ്റെ റീഫിക്സേഷനൊക്കെ പറഞ്ഞു. അത് 2004 പേ റിവിഷനിൽ എടുത്ത് കളഞ്ഞു എന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ പേ റിവിഷനിൽ അത് വീണ്ടും പിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. നൗ അറ്റ് പ്രസൻറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആർ എലിജിബിൾ ഫോർ റീഫിക്സേഷൻ. അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. ഫോർ ദ ഡ്രോവൽ ഓഫ് ഫുൾ എമൗണ്ട് ഓഫ് പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ് PTA, ആൻ ഓഫീസർ ഷുഡ് ബി ഓൺ ടൂർ ഔട്ട്സൈഡ് 8 kilometers ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ അറ്റ്ലീസ്റ്റ് ഡാഷ് ഡേയ്സ് ഇൻ എ മന്ത്. അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് PTAക്ക് എലിജിബിലിറ്റി വേണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഓഫ് ഡ്യൂട്ടിയിൽ നിന്നും 8 kilometer വെളിയിൽ എത്ര ദിവസം യാത്ര ചെയ്യണം എന്നാണ്. അതിൻ്റെ ആൻസർ 15 days. ദാറ്റ് ഈസ് സെഡ് ഇൻ ഗവൺമെൻറ് ഡിസിഷൻ നമ്പർ 1 ബിലോ റൂൾ 6 ഓഫ് TA പാർട്ട് 2 KSR. ക്വസ്റ്റ്യൻ നമ്പർ 24. When a grade 1 officer travels more than 200 kilometers a day by special conveyance, the rate of mileage allowance admissible for the excess over 200 kilometers will be. അതായത് ഒരു ഗ്രേഡ് 1 ഓഫീസർ
അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ കൺവെയൻസിൽ സ്വന്തം വാഹനത്തിൽ ആണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് എങ്കിൽ മോർ ദാൻ 200 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര മൈലേജ് അലവൻസിന് എലിജിബിലിറ്റി ഉണ്ടെന്നാണ്. എക്സീഡിങ് 200 കിലോമീറ്റേഴ്സ്. 200 കിലോമീറ്റേഴ്സ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 ഓഫ് ദ നോർമൽ റേറ്റിനെ എലിജിബിലിറ്റി ഉള്ളൂ. കാരണം 200 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ ഇഫ് യു വാണ്ട് യു ക്യാൻ ഹാവ് എ സ്റ്റേ ഓൾസോ, അതും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നോട്ട് 8 ബിലോ റൂൾ 31 ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25. An officer while on tour had enforced halt for 5 days due to blockade of road on account of floods. The dearness allowance admissible to the officer for the enforced halt is. അദ്ദേഹം ഒരു ഓഫീസർ യാത്ര ചെയ്യുമ്പോൾ ബിയോണ്ട് ഹിസ് കൺട്രോൾ, അദ്ദേഹത്തിൻ്റെ പിന്നെ കൺട്രോളിന് അപ്പുറത്ത് അല്ലെങ്കിൽ ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഇവൻറ്റ്സ്, ബാഹ്യമായ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് അവിടെ തന്നെ തങ്ങേണ്ടി വന്നു. ഉദാഹരണത്തിന് വലിയൊരു ഫ്ലഡ് ഉണ്ടായി അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായി, അദ്ദേഹത്തിന് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നു എങ്കിൽ അദ്ദേഹത്തിന് ഹാൾട്ട് 5 ഡേയ്സ് ഹാൾട്ട് അനുവദനീയമാണ്. പക്ഷേ ഈ 5 ഡേയ്സ് ഡ്യൂ ടു ബ്ലോക്കേഡ് ആണെങ്കിൽ ദ ഡെയിലി അലവൻസ് എങ്ങനെ അപ്പോൾ നമ്മൾ നിർണ്ണയിക്കും എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 5 ദിവസത്തെ ഹാൾട്ടിന് എത്ര ദിവസത്തെ DA കിട്ടും? ഹീ ഈസ് എലിജിബിൾ ഫോർ 3 DA. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോ DA ഫോർ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേയിലെ ഹാൾട്ടിന് അദ്ദേഹത്തിന് DA കിട്ടില്ല. ബാക്കിയുള്ള 4 ദിവസത്തേക്ക് 3/4 ഓഫ് ദി എലിജിബിൾ DA കിട്ടും. ദാറ്റ് മീൻസ് 3 DA. അങ്ങനെയാണ് 3 DA എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോട്ട് 3 ബിലോ റൂൾ 58 ഓഫ് പാർട്ട് 2 KSRലാണ്. TA എല്ലാം പാർട്ട് 2 KSR ആണെന്നറിയാമല്ലോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26. The maximum number of times an officer is entitled to draw travelling allowance for the journeys to and from the places at which he appears for any particular obligatory departmental examination. ഒരു obligatory departmental examination, ഇപ്പോൾ അക്കൗണ്ട് ടെസ്റ്റ് പോലുള്ള പരീക്ഷകൾ എഴുതുന്നതിന് അദ്ദേഹത്തിന് ട്രാവലിംഗ് അലവൻസിന് എലിജിബിലിറ്റി ഉണ്ട്. അത് എത്ര തവണ എന്നാണ് ചോദ്യം. ഒരു സർവീസ് പീരീഡിൽ അദ്ദേഹത്തിന് എത്ര തവണ ഈ ഫെസിലിറ്റി അല്ലെങ്കിൽ TAക്ക് എലിജിബിലിറ്റി ഉണ്ട്? ആൻസർ ഈസ് 2. ദാറ്റ് ഈസ് റൂൾ 77 ഓഫ് KSR പാർട്ട് 2. ദെൻ 27. ടെമ്പററി ട്രാൻസ്ഫർ മീൻസ് എ ട്രാൻസ്ഫർ ടു ഡ്യൂട്ടി ഇൻ അനദർ സ്റ്റേഷൻ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ടു ബി ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ്. എന്താണ് ഒരു ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അർത്ഥം? ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 months അല്ലെങ്കിൽ ലെസ് ദാൻ 2 months ഏതെങ്കിലും ഭരണപരമായ കാരണങ്ങളാൽ ഒരാൾ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ടെമ്പററി ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് റൂൾ 65. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28. വൈൽ ഓൺ ടൂർ ദ ഹാൾട്ടിംഗ് പ്ലേസ് ഷാൽ ബി റിഗാർഡഡ് ആസ് ദി ഓഫീസേഴ്സ് എ ടെമ്പററി ഹെഡ് ക്വാർട്ടേഴ്സ് ആഫ്റ്റർ എ കണ്ടിന്യൂസ് ഹാൾട്ട് ഓഫ് ഡാഷ് ഡ്യൂറേഷൻ. അതായത് നമ്മളൊരു ടെമ്പററി ഹാൾട്ട് എന്ന് പറയുമ്പോൾ എത്ര ദിവസത്തെ ഹാൾട്ട് ഔട്ട് സ്റ്റേഷനിൽ വേണ്ടി വരും എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 10 days ആണ്. ദാറ്റ് ഈസ് റൂൾ 60A ഓഫ് പാർട്ട് 2 KSR. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. ദ അഡീഷണൽ ഡെയിലി അലവൻസ് എൻറ്റൈറ്റിൽഡ് ടു ആൻ ഓഫീസർ വെൻ ട്രാവലിംഗ് ഇൻ ക്ലാസ് 1 ഹില്ലി ട്രാക്സ് ഈസ് ഡാഷ് ഓഫ് ദി ഓർഡിനറി റേറ്റ്. അതായത് ഒരു ഹില്ലി ട്രാക്കിലൂടെയാണ് ഒരു ക്ലാസ് 1 ഓഫീസർ അല്ലെങ്കിൽ ഏത് ഓഫീസറും സഞ്ചരിക്കുന്നതെങ്കിൽ അഡീഷണൽ ഡെയിലി അലവൻസിന് എലിജിബിലിറ്റി ഉണ്ട്. കാരണം അവിടെ യാത്ര കുറച്ചുകൂടെ ദുഷ്കരമാണ്. അതുകൊണ്ട് എത്രയാണ് അവിടെ ഡെയിലി അലവൻസ്? നോർമൽ റേറ്റിനെക്കാളും 12.5% കൂടി ഡെയിലി അലവൻസിന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് എലിജിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് എ നോട്ട് 1 ബിലോ റൂൾ 44 KSR പാർട്ട് 1. അത് നിങ്ങൾ ഓർത്തിരിക്കണം, കാരണം അത് റെഗുലറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഹിൽ ട്രാക്ക് അലവൻസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. ദ ഗ്രേഡ് ഓഫ് എ ലോവർ ഡിവിഷൻ ക്ലാർക്ക് അക്കമ്പനിയിങ് ദ മിനിസ്റ്റർ ഓഫ് ടൂർ ഈസ് കൺസിഡേർഡ് ആസ് ഡാഷ് ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് TA. അതായത് ഒരു മന്ത്രിയെ അനുഗമിക്കുന്ന ഒരു ക്ലാർക്കിൻ്റെ LDCയുടെ അല്ലെങ്കിൽ ഒരു ക്ലാർക്കിൻ്റെ ഗ്രേഡ് ഏതായിട്ട് കണക്കാക്കപ്പെടും? ഫോർ ദി പർപ്പസ് ഓഫ് TA. ദാറ്റ് ഈസ് എ ഗ്രേഡ് 2B. അപ്പോൾ ഒരു ഗ്രേഡ് 2B ഓഫീസർ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആ LDCക്കും കിട്ടും എന്നർത്ഥം. ദെൻ 31. ആൻ ഓഫീസർ ഓൺ ടൂർ ഈസ് പ്രൊവൈഡഡ് വിത്ത് ഫ്രീ ലോഡ്ജിങ്. ദ ഡെയിലി അലവൻസ് എൻറ്റൈറ്റിൽഡ് ടു ദ ഓഫീസർ ഈസ്. ഒരു ഓഫീസർക്ക് ഔട്ട് സ്റ്റേഷനിൽ ഒരു ഫ്രീ ലോഡ്ജിങ്, അതായത്
എവിടെയെങ്കിലും ഒരു റെസ്റ്റ് ഹൗസിലോ ഒക്കെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ചിലവിലാണ് അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹത്തിന് റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നില്ല, ഫ്രീ ലോഡ്ജിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെയിലി അലവൻസ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഫുൾ DA കിട്ടുമെന്നാണ്? ഇല്ല. ആൻസർ ഈസ് 2/3 DA. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മളിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ലോഡ്ജിങ് ഉണ്ട്, ബോർഡിംഗ് ഉണ്ട്, രണ്ടും കൂടി ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ എത്രയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി നോക്കുക. ദാറ്റ് ഈസ് റൂൾ 39. Then question number 32. A last grade officer deputed for treasury transactions from a particular office will be paid an allowance for. ഒരു ട്രഷറി ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു ലാസ്റ്റ് ഗ്രേഡ് ഓഫീസർക്ക് ഒരു ആഴ്ചയിൽ അദ്ദേഹത്തിന് എത്രയാണ് വിസിറ്റ് ചെയ്യാൻ പറ്റുക? 3 visits in a week. ആഴ്ചയിൽ 3 ദിവസം അദ്ദേഹത്തിന് ട്രഷറി ഡ്യൂട്ടിക്ക് പോകാൻ അനുവാദമുണ്ട്. ദാറ്റ് ഈസ് നോട്ട് 3/4 ബിലോ റൂൾ 64 ഓഫ് പാർട്ട് 2 KSR. അടുത്തത് റൂൾ 33 ആണ്. അതും TA-യിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദ ട്രാവലിംഗ് അലവൻസ് ഓഫ് ആൻ ഓഫീസർ ഫോർ ജേർണീസ് on temporary transfers and relieving duties will be limited to the allowance that would have been admissible for journeys on tour if the duration of the temporary transfer is not exceeding. അതായത് ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ ട്രാൻസ്ഫർ TA-ക്കാണ് എലിജിബിലിറ്റി എന്ന് ധരിക്കും. പക്ഷേ ടെമ്പററി ട്രാൻസ്ഫർ ആണ് എങ്കിൽ, ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 2 months ആണ്. അങ്ങനെയുള്ള ഒരു യാത്രയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ ടൂർ TA-ക്ക് കൊടുക്കുന്നത് പോലെ മാത്രമേ അലവൻസസ് അഡ്മിസിബിൾ ആവൂ എന്നർത്ഥം. ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ് വുഡ് ഹാവ് ബീൻ അഡ്മിസിബിൾ ഫോർ ജേർണീസ് ഓൺ ടൂർ. ടൂറിന് പോകുമ്പോൾ എന്തൊക്കെ അലവൻസസ് കിട്ടും അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ട്രാൻസ്ഫർ TA-ക്ക് കിട്ടുന്ന പോലെ പേഴ്സണൽ ഇഫക്ട്സ് അങ്ങനെയൊന്നും കിട്ടില്ല എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. That is a note 2 below rule 65. Question number 34. When 2 journeys are performed in 2 days, the period of absence will be treated as 1 day for calculation of daily allowance if the journeys are performed within. 2 യാത്ര ചെയ്തു, 2 ദിവസമായിട്ടാണ്, അടുത്തടുത്ത 2 ദിവസമായിട്ടാണ്. But it so happened that the total duration of these 2 journeys were within 24 hours. പക്ഷേ 2 ദിവസത്തെ ഈ യാത്ര കണക്കാക്കുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം വൈകിട്ടാണ് യാത്ര ചെയ്ത് അടുത്ത ദിവസം രാവിലെ യാത്ര തീരുന്നു എന്ന് പറഞ്ഞാൽ 24 hours-നുള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അലവൻസസ്, ഡെയിലി അലവൻസ് കണക്കാക്കാൻ അത് 24 hours ആയിട്ട് മാത്രം കണക്കാക്കുക എന്നർത്ഥം. അല്ല 2 ദിവസമായിട്ടല്ല അത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു റൂളിംഗ് ബിലോ റൂൾ 56 KSR പാർട്ട് 2. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35. An officer officiating in a post having a scale of pay of 18,500, 20,000 etc. up to 41,500 and drawing a pay of rupees 18,500 from 1/4/2019 was appointed to a lower time scale of pay of 17,500, then 500, 20,000 etc. 39,500 on 10/7/2019 by direct recruitment. The pay in the new scale shall be fixed on 10/7/2019. അതായത് ഒരു പോസ്റ്റിൽ, ഒരു ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലിരിക്കുന്ന ഒരാളിന് 18,000 മിനിമം ഉള്ളൊരു സ്കെയിലിൽ, 41,500 ഇരിക്കുന്ന ഒരു സ്കെയിലിൽ അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്തിരിക്കുന്നത് 1/4/2019 18,500 ആണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിന് മറ്റൊരു പോസ്റ്റിലേക്ക് PSCയുടെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിൻ്റെ മിനിമം ഓഫ് ദ സ്കെയിൽ ഇറ്റ് സോ ഹാപ്പൻ ടു ബി 17,500 ആണ് അതിൻ്റെ മിനിമം എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേ ആ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൽ, അതായത് 10/7/2019 എങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ്. അതായത് ഹിയർ ദി അപ്പോയിൻമെൻറ്റ് ഈസ് ഫ്രം എ ഹയർ ടൈം സ്കെയിൽ ടു എ ലോവർ ടൈം സ്കെയിൽ. അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ദ പേ വിൽ ബി ഫിക്സ്ഡ് അറ്റ് ദ മിനിമം ഓഫ് ദി ലോവർ ടൈം സ്കെയിൽ. ഇത് ശരിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഹിസ് പേ വിൽ ബി ഫിക്സ്ഡ് അറ്റ് 17,500 ആസ് ഓഫ് 10/7/2019. ദാറ്റ് ഈസ് മിനിമം ഓഫ് ദി ന്യൂ സ്കെയിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിക്സേഷനാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36. A newly appointed officer joined duty on 12/1/2018. The officer was on probation for a period of 2 years within a continuous period of 3 years and increment annual and availed earned leave for 20 days and half pay leave for 15 days before completing probation. The officer will earn the second increment on. ഒരാളെ 12/1/2018 പോസ്റ്റ് ചെയ്തു,
അയാൾക്ക് 2 years പ്രൊബേഷനാണ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 years. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് നോർമൽ ഡേറ്റിൽ തന്നെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് 1/1/2019 ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് കിട്ടും. പക്ഷേ സെക്കൻഡ് ഇൻക്രിമെൻറ്റ് കിട്ടുന്ന പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇവിടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ഒരു ചെറിയ പ്രശ്നമുള്ളത്, അദ്ദേഹം 20 days ഏൺ ലീവും 15 ദിവസത്തെ ഹാഫ് പേ ലീവ് എടുത്തു, 35 days ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ദിവസം അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഇൻക്രിമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് ആ പീരീഡിലൂടെ തള്ളി വരുന്ന ഡേറ്റിലാണ്. ദാറ്റ് ഈസ് 16/2/2020 അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഇൻക്രിമെൻറ്റ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 37 ആണ്. An officer holding a post on provisional basis from 18/3/2017 was appointed provisionally on an identical time scale on 18/5/2020. He will draw his next increment on. അതൊരു പ്രൊവിഷണലായിട്ട് ഒരാളിനൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നു 17 മുതൽ. പക്ഷേ 18/5/20 ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡൻറ്റിക്കൽ ടൈം സ്കെയിലിൽ മറ്റൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി, അതും പ്രൊവിഷണലായിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത ഇൻക്രിമെൻ്റ് എന്നായിരിക്കും എന്നാണ്. 18/5/20 അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ, അതായത് 1/5/2021 അദ്ദേഹത്തിൻ്റെ അടുത്ത ഇൻക്രിമെൻറ്റ് എലിജിബിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രൊഫഷണൽ സർവീസ് കണക്കാക്കില്ല എന്നർത്ഥം ഇൻക്രിമെൻറ്റിൻ്റെ ആവശ്യത്തിലേക്ക്. ദാറ്റ് ഈസ് സെഡ് ഇൻ GO P dated 11/7/1986. Then question number 38. When an officer under suspension dies before the court proceedings instituted against him are concluded, the period between the date of suspension and the date of death shall be treated as. അതായത് സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ അതിൻ്റെ കോർട്ട് പ്രൊസീഡിങ്സ് വിധി ഒന്നും വന്നിട്ടില്ല, അങ്ങനെ അത് ഹാഫ് വേയിൽ കിടക്കുകയാണ് എങ്കിൽ ആ പീരീഡ് എങ്ങനെയാണ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ഡേറ്റ് ഓഫ് ഡെത്ത് എങ്ങനെ ആ പീരീഡ് കണക്കാക്കപ്പെടും എന്നാണ്. അത് ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എക്സോണറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ആ ഒരു ആനുകൂല്യം കൊടുത്തിട്ടാണ് ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദാറ്റ് പീരീഡ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ് and it is said in rule 56(5) of KSR. Then question number 39. An assistant working in secretariat in the scale of rupees 26,500, 650, 56,700 and drawing a pay of rupees 27,150 on 1/6/19 was appointed by PSC by direct recruitment as museum assistant in archaeology in the scale of pay of 25,200, 650, 44,000 on 10/8/2019. His pay on 10/8/2019 shall be fixed at. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്, ഒരു ടൈം സ്കെയിലിൽ നിന്ന് PSCയുടെ അപ്പോയിൻമെൻറ്റിൽ 26,500 എന്ന് പറയുന്ന ഹയർ സ്കെയിലിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് മ്യൂസിയം അസിസ്റ്റൻ്റാണ്. പക്ഷേ അതിൻ്റെ മിനിമം ഓഫ് ദ സ്കെയിൽ 25,200 അതുകൊണ്ട് ഹിസ് പേ വിൽ ബി ഫിക്സ്ഡ് അറ്റ് ദ മിനിമം ഓഫ് ദി സ്കെയിൽ, ദാറ്റ് ഈസ് 25,200. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. അഡ്വാൻസ് ഇൻക്രിമെൻ്റ് ആണ്. അഡ്വാൻസ് ഇൻക്രിമെൻറ്റ്സ് ഫോർ മെറിറ്റോറിയസ് സർവീസ് മേ ബി ഗ്രാൻഡഡ് ടു. അതായത് നല്ല മെറിറ്റോറിയസ് സർവീസ് ഡിസ്ചാർജ് ചെയ്യുന്ന ഓഫീസേഴ്സിന് കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവാണ് അഡ്വാൻസ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ആ അഡ്വാൻസ് ഇൻക്രിമെൻ്റ് ആർക്കൊക്കെ എലിജിബിളാണ്? എല്ലാ ഗസറ്റഡ് ഓഫീസേഴ്സിനും നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിനും അതിൻ്റെ എലിജിബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദ്യം. ഓഫ് കോഴ്സ് ബോത്ത് ഗസറ്റഡ് ആൻഡ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ആർ എലിജിബിൾ ഫോർ അഡ്വാൻസ് ഇൻക്രിമെൻറ്റ്. അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ അയാളുടെ ഡേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് 1/1/2020 ആണ്. അയാൾക്ക് അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് കൊടുത്ത 1/4 നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് 1/1/2021 കൊടുക്കും എന്ന് ഓർക്കണം. കാരണം അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് വിൽ നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ ഹിസ് നോർമൽ ഡേറ്റ്സ് ഓഫ് ഇൻക്രിമെൻറ്റ്സ്. അത് നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ്. ആൻഡ് ദിസ് ഈസ് സെഡ് ഇൻ ഗവൺമെൻറ് റൂൾ 1 ബിലോ റൂൾ 34. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41. An officer is appointed in April 2018 in a higher post having a scale of pay of 60,900, 2,03,600 and pay refixed. If the retrospective confirmation is ordered after the retirement of the officer, the revision of pay
അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തു. ആൻഡ് സബ്സിക്വൻ്റ്ലി ആഫ്റ്റർ ഹിസ് ഇൻക്രിമെൻറ്റ് ഹി വാസ് കൺഫേംഡ് ഇൻ ദി പോസ്റ്റ്. അദ്ദേഹത്തിന് കൺഫർമേഷൻ കിട്ടി. പക്ഷേ കൺഫർമേഷൻ കിട്ടുമ്പോൾ എന്താണ്, റീഫിക്സേഷൻ ഒന്നും പിന്നെ എലിജിബിലിറ്റി ഇല്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് ഹീ ബിക്കംസ് എ സബ്സ്റ്റാൻറ്റീവ് ഹോൾഡർ ഓഫ് ദി പോസ്റ്റാണ്. അതാണ് കൺഫർമേഷൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത റീഫിക്സേഷൻ ശരിയാണോ എന്നൊരു സംശയം വരാം. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ നമ്മൾ റീഫിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എലിജിബിൾ ആയിരുന്നു, അത് ബോണഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് സച്ച് തിങ്സ് നീഡ് നോട്ട് ബി റിവേഴ്സ്ഡ്. അതൊന്നും പിന്നെ തിരുത്തേണ്ട കാര്യമില്ല. അതാണ് ആ ക്വസ്റ്റ്യൻ. വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യനാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ റിട്രോസ്പെക്റ്റീവ് കൺഫർമേഷൻ ഈസ് ഓർഡേഡ് ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് ഓഫ് ദി ഓഫീസർ. ദ റിവിഷൻ ഓഫ് പേ ഈസ് നോട്ട് നെസസറി എന്നാണ് അർത്ഥം. സോ ക്വസ്റ്റ്യൻ നമ്പർ 42, an optional deduction that shall be made from the subsistence allowance of an officer with the written consent of the officer is. കാരണം സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് എന്തൊക്കെ പിടിക്കാം, അല്ലെങ്കിൽ റൂൾ അനുസരിച്ച് എന്തൊക്കെ പിടിക്കേണ്ടാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി ഓഫീസർ, ഓഫീസറുടെ റിട്ടേൺ കൺസെൻറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് റീഫണ്ട് ഓഫ് അഡ്വാൻസസ് ടേക്കൺ ഫ്രം GPF. അദ്ദേഹം PF അഡ്വാൻസ് എടുത്തപ്പോൾ അതിൻ്റെ റീഫണ്ട് അത് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥൻ എഴുതി തരികയാണെങ്കിൽ അത് റിക്കവർ ചെയ്യാം സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്നർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ നോട്ട് 2B2 ഓഫ് റൂൾ 55. Then question number 43, an officer on leave without allowance from 1/8/2020 to 10/9/2020 was placed under suspension on 28/2020. The officer continued to be under suspension after 10/9/2020 and was reinstated on 1/12/2020. The officer shall be eligible for subsistence allowance from the period from. വളരെ പ്രസക്തമായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഓഫീസർ LW എടുത്തിരിക്കുകയായിരുന്നു 1/8/2020 മുതൽ 19/9/2020 വരെ. ആൻഡ് അതിനിടയ്ക്ക് 20/8 ആയപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ആൻഡ് ദ ഓഫീസർ കണ്ടിന്യൂ ടു ബി അണ്ടർ. എന്നിട്ട് ആ സസ്പെൻഷൻ 10/9/2020 വരെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. 1/12/2020 അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സബ്സിസ്റ്റൻസ് അലവൻസ് ഏത് പീരീഡ് മുതൽ കൊടുക്കാം എന്ന് പറഞ്ഞാൽ LWയുടെ പീരീഡ് കൂടി അതിനകമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ആ പീരീഡിൽ നമുക്ക് സബ്സിസ്റ്റൻസ് അലവൻസിന് എലിജിബിലിറ്റി ഉണ്ട്. അത് LW ആയതുകൊണ്ടൊന്നും കൊടുക്കേണ്ടെന്നാണോ? അതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 11/9/2020 മുതൽ 30/11/2020 വരെ. അത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ഡേറ്റ് മുതൽ അദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഡേറ്റ് വരെ അദ്ദേഹത്തിന് സബ്സിസ്റ്റൻസ് അലവൻസിന് എലിജിബിലിറ്റി ഉണ്ടെന്നർത്ഥം. ആൻഡ് നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 44. An officer deputed for a course of training which is treated as duty is promoted in the regular line of promotion while in training. The officer can draw pay in the promoted post without joining it. അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പെട്ടെന്നൊരു ട്രെയിനിങ്ങിന് പോസ്റ്റ് ചെയ്യുകയാണ് ഫോർ ദി എൻഹാൻസ്മെൻറ്റ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഹി വാസ് പ്രൊമോട്ടഡ്. അപ്പോൾ എന്ന് മുതലാണ് ദ ഓഫീസർ ക്യാൻ ഡ്രോ പേ ഇൻ ദ പ്രൊമോട്ടഡ് പോസ്റ്റ് വിത്തൗട്ട് ജോയിനിങ് ഇറ്റ്. ജോയിൻ ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന് പിന്നെ ട്രെയിനിങ് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ അദ്ദേഹത്തിന് പേ ഡ്രോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഏത് ഡേ മുതലാണ് അദ്ദേഹത്തിൻ്റെ എലിജിബിലിറ്റി എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഫ്രം ദ ഡേറ്റ് ഹിസ് ജൂനിയർ അസ്യൂംഡ് ചാർജ്. അങ്ങനെ പ്രൊമോഷൻ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയർ തൊട്ടടുത്ത ആളിനെ കൂടെ പ്രൊമോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ആ തൊട്ടടുത്ത ജൂനിയർ ഹയർ പോസ്റ്റിൽ ജോയിൻ ചെയ്യുന്ന ദിവസം മുതൽ ദിസ് മാൻ ഓൾസോ ബിക്കംസ് എലിജിബിൾ ഫോർ ദി ഹയർ പേ. അതും വളരെ പ്രധാനമാണ്. ദിസ് ഈസ് ആൻ എക്സെപ്ഷൻ ടു റൂൾ 23A of Part 1 KSR. Then the last question is question number 45. The lien of an officer on transfer to a post outside the cadre cannot be suspended if he is due to retire within. അതായത് ഒരു ഓഫീസറെ ഹീസ് ട്രാൻസ്ഫർ ടു എ പോസ്റ്റ് ഔട്ട്സൈഡ് ഹിസ് കേഡർ, അദ്ദേഹത്തിൻ്റെ കേഡറിന് വെളിയിൽ ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഹീസ് ഡ്യൂ ടു റിട്ടയർ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീൻ സസ്പെൻഡ് ചെയ്യാമോ? അല്ലെങ്കിൽ ദ ലീൻ ഓഫ് ആൻ ഓഫീസർ ഓൺ ട്രാൻസ്ഫർ ടു എ പോസ്റ്റ് ഔട്ട്സൈഡ്
cannot be suspended. സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഏത് കണ്ടീഷനിലാണ്? ഇഫ് ഹീ ഈസ് ഡ്യൂ ടു റിട്ടയർ വിത്തിൻ 3 years. 3 വർഷം ഇനി അദ്ദേഹത്തിന് റിട്ടയർമെൻ്റ് ഉള്ളെങ്കിൽ അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ലീൻ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ലീനിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ KSRൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് എല്ലാ ആൻസറും ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ വിഷ് യു all great success and thank you for your valuable time. Thank you.